എല്ലാ മെസ്സി ഫാൻസും ഒരേപോലെ ഓർത്തു വെക്കേണ്ട പേരാണ് ജെർമി ബർട്യൂറാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വരുന്ന MLS സീസണിൽ ലയണൽ മെസ്സിക്കൊപ്പം ഇന്റർ മയാമിയുടെ മുന്നേറ്റ നിരയിൽ തകർത്താടാൻ പോകുന്ന മുതലാണ് ജെർമി ബർട്യൂറാം. പുതിയതായിട്ട് ഇന്റർ മയാമി സൈൻ ചെയ്തിട്ടുള്ള 27-കാരൻ മെക്സിക്കൻ താരത്തെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഈ ട്രാൻസ്ഫർ വിൻഡോയിൽ നിറഞ്ഞാടുന്ന ടീമാണ് ഇന്റർ മയാമി. കാരണം ഇത് അവരുടെ 8ാമത്തെ സൈനിങ് ആണ്. ഇതുവരെ അവർ നടത്തിയിട്ടുള്ള 7 സൈനിങ്ങിൽ 5 സൈനിങ്ങിനെ കുറിച്ച് നമ്മൾ വീഡിയോസ് ചെയ്തിരുന്നതാണ്. 2 ഗോൾ കീപ്പേഴ്സിനെ ഇതുവരെ അവർ സൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ലെഫ്റ്റ് ബാക്ക്, ഒരു റൈറ്റ് ബാക്ക്, ഒരു സെന്റർ ബാക്ക്, പിന്നെ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ, പിന്നെ ഒരു ഫോർവേഡ്. ഇപ്പോൾ അടുത്തൊരു ഫോർവേഡിനെയും അവർ സൈൻ ചെയ്തിരിക്കുകയാണ്. ഇതിൽ പല താരങ്ങളെ കുറിച്ച് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനലിലെ ആ ഒരു പ്ലേ ലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ ജെർമി ബർട്രോമിയെ കുറിച്ച് നോക്കാം. 2024 ജെർമി ബർട്രോമിയുടെ ടീമിനെതിരെ ഇന്റർ മയാമി ഒരു മത്സരം കളിച്ചു. ആ മത്സരം ഇന്റർ മയാമി പരാജയപ്പെട്ടു. ആ മാച്ചിലെ ബെസ്റ്റ് പ്ലെയർ, മാൻ ഓഫ് ദി മാച്ച് സ്വന്തമാക്കിയിരുന്നത് ഈ ജെർമി ബർട്രോമി ആയിരുന്നു. അന്നു മുതലേ ഇന്റർ മയാമി കോച്ചായിട്ടുള്ള ജാവിയർ മഷറാനോയ്ക്ക് താരത്തിലൊരു കണ്ണുണ്ടായിരുന്നു. ഇപ്പൊ താരത്തെ തൂക്കിയിരിക്കുകയാണ്. സാധാരണ ഇന്റർ മയാമി സൈൻ ചെയ്യുന്നത് ഒന്നില്ലെങ്കിൽ ഫ്രീ ഏജന്റ് ആയിട്ടുള്ള താരങ്ങളായിരിക്കും, അല്ലെങ്കിൽ ലോണിലായിരിക്കും പ്ലേയേഴ്സിനെ കൊണ്ടുവരിക, കാരണം ബഡ്ജറ്റ് വെച്ചിട്ട്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, വലിയൊരു തുക നൽകിയിട്ടാണ് താരത്തെ ടീമിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ഇന്റർ മയാമി കളിക്കുന്നത് അറിയാലോ, MLS ലീഗാണ്. അവിടുത്തെ ഒരു നിലവാരം വെച്ച് നോക്കുകയാണെങ്കിൽ $15 മില്യൺ കൊടുത്തിട്ട് ഒരു താരത്തെ ടീമിലെത്തിക്കുക എന്ന് പറയുന്നത് ഒരു ബിഗ് സൈനിങ് ആണ്. ആ ഒരു ലീഗിനെ സംബന്ധിച്ച് $15 മില്യൺ ഈ ഒരു താരത്തിന് വേണ്ടി ഇന്റർ മയാമി ഇപ്പോൾ സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. അത് തന്നെ തെളിയിക്കുന്നതാണ് താരത്തിന്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ വോൾവർഹാംപ്റ്റൺ എന്ന് പറയുന്ന ടീം താരത്തിന്റെ പുറകെ ഉണ്ടായിരുന്നു. പക്ഷേ തനിക്ക് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലൊന്നും പോകണ്ട, തനിക്ക് MLS പോയാൽ മതി, ഇന്റർ മയാമിയിലേക്ക് പോയാൽ മതി എന്ന് താരം തീരുമാനിക്കുകയായിരുന്നു. കാരണം വേറൊന്നുമല്ല, താരം ഒരു മെക്സിക്കൻ പ്ലെയർ ആണെങ്കിൽ പോലും അർജന്റീനയിൽ ജനിച്ചിട്ടുള്ള താരമാണ്. അർജന്റീന സിറ്റിസൺ ഉള്ള ഒരു പ്ലെയർ ആണ്. പക്ഷേ മെക്സിക്കോയിലോട്ട് അദ്ദേഹം മാറുകയും മെക്സിക്കൻ നാഷണൽ ടീമിന് വേണ്ടി അദ്ദേഹം കളിക്കുകയും ചെയ്തു. ഒരു 1.5 സൈനിങ് ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. 266 മാച്ചിൽ നിന്ന് 103 ഗോള് താരം ഇതുവരെ സ്കോർ ചെയ്തിട്ടുണ്ട്. 20ഓളം അസിസ്റ്റുകളും താരം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ നാഷണൽ ടീമായിട്ടുള്ള മെക്സിക്കോയ്ക്ക് വേണ്ടി 8 മാച്ചസ് കളിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് 2 ഗോളുകൾ സ്കോർ ചെയ്തിട്ടുണ്ട്. വളരെ ടോപ്പ് ക്ലാസ് പ്ലെയർ ആണ്. പ്രീമിയർ ലീഗിൽ ഒരു ക്ലബ്ബ് താരത്തെ നോട്ടം ഇടണമെങ്കിൽ ചുമ്മാ നോക്കത്തില്ലല്ലോ. താരത്തിന്റെ ക്വാളിറ്റി അത്രമാത്രം ഉണ്ട്. 27 വയസ്സാണ് നിലവിൽ താരത്തിന്റെ പ്രായം എന്ന് പറയുന്നത്. ഒരു 1.5 മുതലാണ്. കിടിലൻ പ്ലെയർ ആണ്, അതിലൊരു സംശയം ആർക്കും വേണ്ട. അടുത്ത MLS സീസണിൽ ഇന്റർ മയാമിയുടെ മുന്നേറ്റ നിരയിൽ സ്ഥിര സാന്നിധ്യമായിരിക്കും. കാരണം നമുക്കറിയാം, ലൂയിസ് സുവാരസിന് ഏജ് ആയിട്ടുണ്ട്. അത് മാത്രമല്ല, ഇപ്പോൾ ഒരു 18 വയസ്സുള്ള ഒരു സെന്റർ ഫോർവേഡിനെ കൂടെ സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലെയർ ആയിരിക്കും മിക്കവാറും സ്ഥിരമായിട്ട് അത് സെന്റർ ഫോർവേഡ് പൊസിഷനിൽ കളിക്കുക മെസ്സിക്കൊപ്പം. കഴിഞ്ഞ സീസണിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്, മെസ്സി കുറേ അവസരങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് കുറച്ചെങ്കിലും ഗോളായി മാറുന്നത്. ഇതുപോലത്തെ ഒരു സ്ട്രൈക്കർ ഉണ്ടെങ്കിൽ കൂടുതൽ ഗോളുകൾ ഈസി ആയിട്ട് ഇന്റർ മയാമിക്ക് സ്കോർ ചെയ്യാൻ പറ്റും. മെക്സിക്കൻ ലീഗിൽ കഴിഞ്ഞ സീസണിൽ 17 മാച്ചിൽ നിന്ന് 10 ഗോളും ഒരു അസിസ്റ്റും താരം കൊടുത്തിട്ടുണ്ട്. ഈ ഒരു 2026 കളിച്ച 3 മാച്ചിൽ 2 ഗോളും താരം സ്കോർ ചെയ്തിട്ടുണ്ട്. ടോപ്പ് ക്ലാസ് പ്ലെയർ ആണ് എന്നതിൽ ഒരു സംശയവും വേണ്ട. ഇന്റർ മയാമിയെ സംബന്ധിച്ച് അവർ ഈ സീസണിൽ ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിൽ അങ്ങ് ഇറങ്ങി കളിക്കുകയാണ്. കുറേ കിടിലൻ പ്ലെയേഴ്സിനെ സൈൻ ചെയ്ത് കഴിഞ്ഞു. ഇതിനോടകം നമ്മൾ എല്ലാത്തിനെ കുറിച്ചും വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അർജന്റീനിയൻ താരങ്ങളെ മാത്രം ഫോക്കസ് ചെയ്തെടുക്കുന്ന ഒരു ടീമാണ് ഇന്റർ മയാമി. നിലവിൽ എനിക്ക് തോന്നുന്നു അടുത്ത MLS സീസണിൽ കുറഞ്ഞതൊരു 7-8 അർജന്റീനിയൻ താരങ്ങൾ സെയിം ഒരൊറ്റ 11 കാണാൻ നമുക്ക് കഴിഞ്ഞേക്കാം. കാരണം അത്രത്തോളം അർജന്റീനിയൻ പ്ലെയേഴ്സിനെ എടുത്തു വെച്ചിട്ടുണ്ട് എല്ലാ പൊസിഷനിലേക്കും. ക്വാളിറ്റിക്ക് ക്വാളിറ്റി, ടാലന്റ്. അത് മാത്രമല്ല, ടോപ്പ് എക്സ്പീരിയൻസ് ഉള്ള പ്ലെയേഴ്സിനെയാണ് ഇന്റർ മയാമി നോട്ട് ഔട്ട് ചെയ്യുന്നത്. യങ് പ്ലെയേഴ്സിനെ 18 വയസ്സും 19 വയസ്സൊക്കെ ഉള്ള യങ് പ്ലെയേഴ്സിനെ പോലും ഇന്റർ മയാമി സൈൻ ചെയ്തിട്ടുണ്ട്. പലരും, അതായത് ഇതിനു മുമ്പ് തന്നെ പല ലെജൻഡറി ആയിട്ടുള്ള താരങ്ങളെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. എൻ്റെ ചാനലിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് പോയിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്, എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ അറിയാൻ കഴിയും. അതായത് ഇന്റർ മയാമി താരങ്ങളുടെ അങ്ങ് ഒഴുക്കാണ് ഇന്റർ മയാമിയിലേക്ക്. കാരണം അവർക്ക് പ്രീമിയർ ലീഗോ മറ്റ് വലിയ ലീഗുകളിലേക്കൊന്നും പോകണ്ട, മെസ്സിക്കൊപ്പം കളിക്കാം. ഇതാണ് അവരുടെ ചിന്ത. ഇതേ ചിന്തയാണ് ബർട്രോമി ഇപ്പോൾ ഇന്റർ മയാമിയിലേക്ക് എത്തിച്ചിട്ടുള്ളത്. താരത്തിന് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നിന്നൊക്കെ നല്ല ഓഫേഴ്സ് ഉണ്ടായിരുന്നു, പക്ഷേ താരം ഇന്റർ മയാമി ചൂസ് ചെയ്യുകയായിരുന്നു. അത് മാത്രമല്ല, താരത്തിന്റെ ഏറ്റവും വലിയൊരു ലക്ഷ്യം എന്ന് പറയുന്നത് 2026 വേൾഡ് കപ്പ് കളിക്കുക മെക്സിക്കോയ്ക്കൊപ്പം. അറിയാമല്ലോ, മെക്സിക്കോയിലാണ് നടക്കുന്നത് വേൾഡ് കപ്പ്. 3 രാജ്യങ്ങളിലായിട്ടാണ് നടക്കുന്നത്, മെക്സിക്കോ, അമേരിക്ക, കാനഡ. അപ്പോൾ മെക്സിക്കോയ്ക്ക് ഒപ്പം മെക്സിക്കൻ നാഷണൽ ടീമിന് വേണ്ടി താരത്തിന് കളിക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. താരത്തിന് അതിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. വരുന്ന സീസണിൽ വളരെ മികച്ച പെർഫോമൻസ് താരം നടത്തി കഴിഞ്ഞാൽ ഈസി ആയിട്ട് അതിന് കഴിയാൻ ഉള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു സൈനിങ്ങിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ എന്ത് തന്നെയാണെങ്കിലും കമന്റ് ബിലോ. മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ വിത്ത് ഫുഡേൽ.